അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാതാപിതാക്കൾക്ക് മക്കളെന്നാൽ അല്ലാഹു നൽകുന്ന അമൂല്യനിധികളാണ്. ഏതു പ്രതിസന്ധിയിലും സ്വന്തം ജീവൻ പോലും നൽകി മക്കളെ സംരക്ഷിക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കുന്നു. ഇത്തരത്തിൽ സൗദി അറേബ്യയിൽ ഒരു കുടുംബം കഴിഞ്ഞ 2 പതിറ്റാണ്ടായി അവരുടെ പ്രിയപ്പെട്ട മകന്റെ ഒരു ചലനത്തിനായി ഉപ്പ ഉമ്മ എന്ന ഒരു വിളിക്കായി പ്രാർത്ഥനയോടെ കാത്തിരുന്നു. എന്നാൽ ഇന്നലെ ആ കാത്തിരിപ്പിന് വിരാമമായി. ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന പ്രിൻസ് അൽവലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ അൽ സൗദ് 36-ാം വയസ്സിൽ ഏകദേശം 20 വർഷത്തെ കോമയ്ക്കു ശേഷം അല്ലാഹുവിന്റെ തിരുമുമ്പിൽ മടങ്ങി. 2005-ൽ ലണ്ടനിലെ ഒരു സൈനിക കോളേജിൽ പഠിക്കവേ 15-ാം വയസ്സിൽ അൽവലീദ് ബിൻ ഖാലിദ് ബിൻ തലാലിന് ഒരു ദാരുണമായ കാർ അപകടം സംഭവിച്ചു. ഈ അപകടം അദ്ദേഹത്തിന്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. തലച്ചോറിന് ഗുരുതരമായ പരിക്കും ആന്തരിക രക്തസ്രാവവും മൂലം അദ്ദേഹം കോമയിലേക്ക് വഴുതി വീണു. റിയാദിലെ കിങ് അബ്ദുലസീസ് മെഡിക്കൽ സിറ്റിയിൽ വെന്റിലേറ്ററിന്റെയും ജീവൻ രക്ഷാ സംവിധാനങ്ങളുടെയും സഹായത്തോടെ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തി. യൂട്യൂബ് വഴി ഭക്ഷണം നൽകിയാണ് അദ്ദേഹത്തെ പരിചരിച്ചത്. വൈദ്യശാസ്ത്രലോകം പ്രതീക്ഷ കൈവിട്ടപ്പോൾ അൽവലീദിന്റെ പിതാവ് പ്രിൻസ് ഖാലിദ് ബിൻ തലാൽ തന്റെ മകനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനുള്ള ഡോക്ടർമാരുടെ തീരുമാനത്തെ എതിർത്തു. ജീവന്റെയും മരണത്തിന്റെയും തീരുമാനം അല്ലാഹുവിന്റെ കൈകളിൽ മാത്രമാണെന്ന അദ്ദേഹത്തിന്റെ ഉറച്ച വിശ്വാസം ഈ കുടുംബത്തിന്റെ പ്രതീക്ഷയെ ജ്വലിപ്പിച്ചു. ലോകത്തെ ഏറ്റവും മികച്ച വൈദ്യചികിത്സകൾ, അമേരിക്കൻ സ്പാനിഷ് വിദഗ്ധരുടെ സേവനങ്ങൾ എല്ലാം ലഭ്യമായിട്ടും അൽവലീദിന്റെ അവസ്ഥയിൽ കാര്യമായ പുരോഗതിയുണ്ടായില്ല. എന്നിരുന്നാലും അവന്റെ മാതാപിതാക്കൾ ഒരിക്കലും പ്രതീക്ഷ ഉപേക്ഷിച്ചില്ല. 2019-ൽ അൽവലീദിന്റെ വിരലുകൾ ചെറുതായി ചലിച്ചപ്പോൾ ആ കുടുംബത്തിനും ലോകത്തിനും ഒരു ചെറിയ പ്രതീക്ഷയുടെ കിരണം ലഭിച്ചു. ഈ ചെറിയ ചലനം അവൻ ഒരു ദിവസം ഉണരുമെന്ന വിശ്വാസത്തെ ശക്തിപ്പെടുത്തി. എന്നാൽ ആ ചലനങ്ങൾക്കപ്പുറം അവന്റെ ശരീരം മൗനമായി തുടർന്നു. സൗദി അറേബ്യയിലെ പ്രമുഖ രാജകുടുംബാംഗവും ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ പ്രിൻസ് അൽവലീദ് ബിൻ തലാലിന്റെ ഭദ്രപുത്രനുമായിരുന്നു ഈ രാജകുമാരൻ. അവന്റെ കഥ സൗദി അറേബ്യയിലും അറബ് ലോകത്തും ഒരു പ്രതീകമായി മാറി. ക്ഷമ, വിശ്വാസം, മാതാപിതാക്കളുടെ അനന്തമായ സ്നേഹം എന്നിവയുടെ പ്രതീകം. സോഷ്യൽ മീഡിയയിൽ #സ്ലീപ്പിംഗ് പ്രിൻസ് എന്ന ഹാഷ്ടാഗ് ട്രെൻഡ് ചെയ്തു. ആയിരക്കണക്കിന് ആളുകൾ അവന്റെ വീണ്ടെടുപ്പിനായി പ്രാർത്ഥനകൾ അർപ്പിച്ചു. അൽവലീദിന്റെ പിതാവ് പ്രിൻസ് ഖാലിദ് തന്റെ മകന്റെ അരികിൽ നിന്ന് ഒരിക്കലും അകന്നില്ല. ഓരോ ദിവസവും അവൻ മകന്റെ കൈകൾ പിടിച്ച് ഒരു അത്ഭുതത്തിനായി പ്രാർത്ഥിച്ചു. ഈ സ്നേഹവും വിശ്വാസവും സൗദി ജനതയുടെ ഹൃദയങ്ങളെ സ്പർശിച്ചു. ഇന്നലെ പ്രിൻസ് ഖാലിദ് ബിൻ തലാൽ തന്റെ മകന്റെ മരണവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. അല്ലാഹുവിന്റെ വിധിയിലും തീരുമാനത്തിലും വിശ്വസിക്കുന്ന ഹൃദയങ്ങളോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൻ പ്രിൻസ് അൽവലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിക്കുന്നു. റിയാദിലെ ഇമാം തുർക്കി ബിൻ അബ്ദുല്ല മോസ്കിൽ ജൂലൈ 20-ന് അസർ നമസ്കാരത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരം നടക്കും. അൽവലീദിന്റെ വേർപാട് സൗദി അറേബ്യയിലും അതിനപ്പുറവും ഒരു വലിയ വിടവ് സൃഷ്ടിച്ചു. അവന്റെ കഥ ഒരു കുടുംബത്തിന്റെ അചഞ്ചലമായ വിശ്വാസത്തിന്റെയും മാതാപിതാക്കളുടെ അനന്തമായ സ്നേഹത്തിന്റെയും ദൈവത്തിന്റെ വിധിയോടുള്ള അനുരാഗത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ്. ഈ സന്ദർഭത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച മാതാപിതാക്കളുടെയും മക്കളുടെയും പരസ്പര സ്നേഹത്തിന്റെ പ്രാധാന്യം നാം ഓർക്കണം. മക്കളെ സ്നേഹിക്കാനും പരിചരിക്കാനും മാതാപിതാക്കളെ ബഹുമാനിക്കാനും അവൻ നമ്മെ പഠിപ്പിച്ചു. പ്രിൻസ് ഖാലിദിന്റെ ജീവിതം ഈ പാഠങ്ങളുടെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ്. എല്ലാ പ്രതിസന്ധികളിലും അവന്റെ മകനോടുള്ള സ്നേഹവും വിശ്വാസവും അവനെ മുന്നോട്ട് നയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിൻസ് അൽവലീദ് ബിൻ ഖാലിദിന് ജന്നത്തുൽ ഫിർദൗസ് നൽകട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ ജനനത്തിന്റെ തോട്ടങ്ങളിൽ ഒന്നാക്കി മാറ്റട്ടെ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ ദുഃഖം അല്ലാഹു ലഘൂകരിക്കട്ടെ. അവർക്ക് ക്ഷമയും ശക്തിയും നൽകട്ടെ. ഈ കഥ ലോകത്തിന് പങ്കുവച്ചവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് അല്ലാഹു പ്രതിഫലം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.